യമനിൽ ഹൂത്തി ഭീകര കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ മിന്നലാക്രമണം. യമൻ തലസ്ഥാനമായ സനയിലായിരുന്നു ഇസ്രായേൽ വ്യോമസേന കനത്ത ആക്രമണം അഴിച്ചുവിട്ടത്. ഇസ്രായേലിന് നേരെ ഹൂത്തികൾ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനുള്ള പ്രത്യാക്രമണമാണ് ഇസ്രായേൽ സേന ഇന്ന് നടത്തിയത്. ഇസ്രായേൽ ആക്രമണം ഹൂത്തി ശക്തി കേന്ദ്രത്തിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. യമനിലെ സനയുടെ ആകാശത്ത് 14 ഇസ്രായേൽ എയർഫോഴ്സ് യുദ്ധവിമാനങ്ങളാണ് തീമഴ പെയ്യിച്ചുകൊണ്ട് ശരവേഗത്തിൽ പാഞ്ഞത്. ഹൂത്തികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും ഇസ്രായേൽ വ്യോമസേന തകർത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനിൽ നിന്നും ആയുധങ്ങൾ യമനിലേക്ക് കടത്തുന്ന സൗകര്യങ്ങളാണ്. ആയുധശാലകളും ഇസ്രായേൽ ആക്രമണത്തിൽ കത്തിച്ചാമ്പലായി. ഒപ്പം യമനി തലസ്ഥാനമായ സനയിലെ തുറമുഖങ്ങളും ഊർജ അടിസ്ഥാന സൗകര്യങ്ങളും തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിക്കുന്നു. യമനിലെ ഹൂത്തി തുറമുഖങ്ങൾ പ്രവർത്തനരഹിതമാക്കുക എന്നതായിരുന്നു ഇസ്രായേൽ ലക്ഷ്യം. ആക്രമണത്തിന് മുമ്പ് ഇസ്രായേൽ അമേരിക്കയോട് ആക്രമണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക യമനിൽ ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും ഇസ്രായേലിനെതിരെ നിരന്തരമുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹൂത്തികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കണക്കനുസരിച്ച് ഹൂത്തികൾ ഇസ്രായേലിന് നേരെ 200-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 170-ലധികം ഡ്രോണുകളും പ്രയോഗിച്ചു. ഇതിൽ മിക്കവയും ഇസ്രായേൽ അമേരിക്ക സംയുക്തമായി നടത്തിയ പ്രതിരോധ സംവിധാനത്തിൽ നിർവീര്യമായി. എങ്കിലും 22 ഇസ്രായേൽ മണ്ണിൽ പതിച്ചതായും IDF വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഒടുവിലത്തെ ഹൂത്തി ആക്രമണം ഇസ്രായേലിൽ നടന്നത്. പുലർച്ചെ 1 മണിക്കാണ് ഇസ്രായേലിൽ നിന്നും 14 യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നത്. 1800ഓളം കിലോമീറ്റർ പറന്ന് ഏകദേശം 3:15 യമനിലെ സനയിലുള്ള ഹൂത്തികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആദ്യ റൗണ്ട് ആക്രമണം നടത്തി. 4:30 രണ്ടാം തവണയും ആക്രമണം കടുപ്പിച്ചു. 5 പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. ഹൊദൈദ, റാസ് ഇസ, അൽ സാലിഫ് പ്രദേശത്തെ തുറമുഖങ്ങളും വൈദ്യുത കേന്ദ്രങ്ങളും എണ്ണശേഖരവും സനയിലുള്ള 2 സെൻട്രൽ പവർ സ്റ്റേഷനുകളും ഇസ്രായേൽ കത്തിച്ച് ചാമ്പലാക്കി. കൂടാതെ 8 വലിയ മദർഷിപ്പുകൾ തകർത്തു. തിരിച്ചുവരാൻ ഉടനെയൊന്നും കഴിയാത്ത തരത്തിൽ ഹൂത്തികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചുവെന്ന് IDF വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെയും ഇസ്രായേൽ നേവിയുടെയും നിർദ്ദേശപ്രകാരമാണ് ഹൂത്തികൾക്കെതിരെയുള്ള ഓപ്പറേഷൻ നടത്തപ്പെട്ടത്. അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടതായി ഹൂത്തി നിയന്ത്രണത്തിലുള്ള അൽ മസീറ ടെലിവിഷൻ വ്യക്തമാക്കി. ഹൂത്തി കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങളെ സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രംഗത്ത് വന്നിരിക്കുന്നു. ഹൂത്തി ഭീകര സംഘടനയുടെ ഭീകര നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുകയാണെന്നും ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നവർക്ക് നേരെയാണ് ഞങ്ങളുടെ കൈ നീളുന്നതെന്നും ഇസ്രായേലിനെ ആക്രമിക്കുന്നവരെ തിരിച്ച് 7 ഇരട്ടി പ്രഹരിക്കുമെന്നും ഒരു ഭീഷണിയോ ആക്രമണങ്ങളോ ഇസ്രായേലിനെതിരെ അനുവദിക്കില്ലെന്നും ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.